ഞാൻ ഹരി. സൗദിയിൽ റിയാദിൽ ജോലി ചെയ്യുന്നു. ഒരാഴ്ച മുമ്പ് 2 മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോയി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ലക്ഷ്മിയേച്ചിയും അളിയനും കൂടി. എൻ്റെ സങ്കല്പത്തിലുള്ള കുട്ടിയല്ലാതെ ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്തു. പക്ഷെ ചേച്ചിക്ക് ഒരേ നിർബന്ധം ഇത് തന്നെ മതിയെന്ന്. ചേച്ചി പറയുന്നത് ആണുങ്ങളായിരിക്കണം കാണാൻ നന്നായിരിക്കേണ്ടതെന്നാണ്. ചേച്ചിയും ചേട്ടനെയും കണ്ട എൻ്റെ ചേച്ചിയല്ലേ കാണാൻ നല്ലത് എന്ന് ഞാൻ കളിയാക്കി ചോദിച്ചപ്പോൾ നാണച്ചൊരു ചിരിയും ഒരു നുള്ളുമായിരുന്നു ചേച്ചിയുടെ മറുപടി. ഞാൻ റിയാദിൽ നിന്നും അവധിക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഈ പ്രാവശ്യം കല്യാണമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനും ചേച്ചിയുമാണ് ഞങ്ങളുടെ കുടുംബം. അച്ഛനും അമ്മയും ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ പോയിരുന്നു. സ്വത്തുണ്ടായിരുന്നാൽ ചേച്ചിയാണ് എല്ലാം നോക്കി നടത്തിയതും ഞങ്ങളെ പഠിപ്പിച്ചതും. ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറിംഗ് കഴിഞ്ഞതാണ്. ചേച്ചി കുറേ നാൾ ജോലി നോക്കി. വളരെ നല്ല ജോലിയായിരുന്നു. നല്ല ശമ്പളവും ഉയരാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ചേച്ചി ജോലി വേണ്ടെന്ന് വെച്ചു. ഒരിക്കൽ ഞാൻ ചോദിച്ചതാണ്. അവർ പ്രമോഷനോടെ ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞാണ് ഞാൻ രാജിവെച്ചത് എന്നാണ് ചേച്ചി മറുപടി പറഞ്ഞത്. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ചിലപ്പോൾ അളിയൻ ആവശ്യപ്പെട്ട് കാണും. അതെന്നെ അറിയിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞത്. അളിയൻ ബിസിനസ്സുകാരനാണ്. എപ്പോഴും ടൂറും തിരക്കുമായിരിക്കും. അളിയൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു. ഞങ്ങളെപ്പോലെ ചെറുപ്പത്തിൽ അനാഥയായതുകൊണ്ടാവാം ആൾ എന്നോടും വളരെ സൗഹൃദത്തിലായിരുന്നു. 2 വർഷം മുമ്പ് എനിക്ക് റിയാദിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ പോയി. കുറേ നാൾ ചേച്ചിക്ക് വിഷമായിരുന്നു. ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് കുട്ടികളില്ല. കഴിഞ്ഞ 2 വർഷമായി അവർ ഞങ്ങളുടെ അടുത്തുള്ള പട്ടണത്തിലെ ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അളിയൻ വളരെ നിർബന്ധിച്ചാലേ മരുന്ന് കഴിക്കൂ എന്നാണ് ചേച്ചിയുടെ പരാതി. ചേച്ചി എടുത്ത് കൊടുത്തില്ലെങ്കിൽ കഴിക്കുകയുമില്ല. യാത്ര പോകുമ്പോൾ മരുന്ന് കൊണ്ടുപോലോ അത്രേ. കൂടെ താമസിക്കുന്നവർ അതൊന്നും കാണേണ്ട എന്നാണ് അളിയൻ്റെ നിർബന്ധം. ഇവരുടെ തർക്കത്തിൽ ഞാൻ ഇടപെടാറില്ല. അതൊക്കെ പതുക്കെ ശരിയായിക്കോളും എന്നാണ് മൂപ്പരുടെ ലൈൻ. അളിയൻ്റെ യാത്രകൾ മൂലം ഒറ്റയ്ക്കായതിനാലാണ് ചേച്ചി ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം കലശമാക്കിയത്. എന്നാൽ പിന്നെ വല്ല ജോലിക്കും ശ്രമിച്ചൂടെ? നല്ല ജോലി ഉണ്ടായിരുന്നതല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ വല്ലതും വെച്ചുളമ്പി കൊടുക്കണ്ടേ എന്നാണ് ചേച്ചിയുടെ മറുചോദ്യം. ഈ പ്രാവശ്യവും പെണ്ണ് കണ്ട് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചിന്ത കണ്ടിട്ട് ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ കുറ്റവും കുറവും നോക്കി ഓരോന്ന് വേണ്ടെന്ന് വെച്ചാൽ നല്ല പ്രായങ്ങൾ കഴിഞ്ഞു പോകട്ടോ. അതുകൊണ്ട് ഇതങ്ങ് ഉറപ്പിച്ചിട്ട് ഇനി തിരിച്ചു പോയാൽ മതി. അടുത്ത വരവിന് കല്യാണം നടത്താം. അത് കേട്ടതും ഞാൻ ഒന്നും മിണ്ടിയില്ല. ആകെ 24 വയസ്സായ ഞാൻ ഇപ്പോൾ തന്നെ കെട്ടണോ? ചേച്ചിയെ ഒന്ന് നോക്കു മാത്രം ചെയ്തു. എനിക്ക് സാമാന്യം നിറവും ഗ്ലാമറും അത്യാവശ്യം നല്ല ബോഡിയും പൊക്കമൊക്കെ ഉണ്ട്. ഞാൻ അച്ഛൻ്റെ പ്രകൃതമാണെന്നാണ് അമ്മ പറയാറുള്ളത്. എന്നേക്കാൾ 3 വയസ്സ് മൂത്തതാണ് ചേച്ചി. കാഴ്ചയിൽ പണ്ടും ചേച്ചി അമ്മയെപ്പോലെ തന്നെയാണ്. എന്നാൽ നല്ല നിറവും ചുരുണ്ട മുടിയുമാണ് ചേച്ചിക്കുള്ളത്. ചേച്ചിയുടെ കണ്ണുകളാണ് അടിപൊളി. എൻ്റെ ചേച്ചി ആയതുകൊണ്ട് ചെറുപ്പത്തിലെ ഞങ്ങൾ നല്ല കൂട്ടായതുകൊണ്ടും ആവാം എൻ്റെ കണ്ണുകളിൽ അമ്മ കഴിഞ്ഞാൽ ചേച്ചിയാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി. ചേച്ചിയുടെ വാലാട്ടിയാണ് കുട്ടിക്കാലത്തും എൻ്റെ നടപ്പ്. അവധിക്ക് വരുമ്പോൾ ചേച്ചിയുടെ വാലാട്ടി എന്നെ കാണുമ്പോൾ അമ്മ പണ്ട് ചേച്ചിയെ കളിയാക്കുമായിരുന്നു. നീയാണോ ഞാനാണോ ഇവൻ്റെ അമ്മയെന്ന്. അപ്പോൾ ചേച്ചി പറയും ഞാനാണെന്ന്. അമ്മ ചിരിച്ച് ചേച്ചിയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ തന്നെ വേണം എപ്പോഴും എന്ന് പറയും. നീ വേണം ചേച്ചിയെ നോക്കാൻ കേട്ടോടാ എന്നോടും പറയും. പെണ്ണ് കാണാൻ പോകുമ്പോൾ കാണുന്ന പെണ്ണിനെ അറിയാതെ എൻ്റെ മനസ്സിൽ ചേച്ചിയുമായിട്ടാണ് ഞാൻ താരതമ്യം ചെയ്യാറുള്ളത്. ആരോടെങ്കിലും പറയാൻ കൊള്ളുമോ? അളിയൻ അങ്ങനെ കുളി കഴിഞ്ഞ് വന്നു. എടാ ഹരി, ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ടല്ലോ, നമുക്ക് തുടങ്ങിയാലോ? അതും പറഞ്ഞിട്ട് 2 ഗ്ലാസും സോഡയും എടുത്തുകൊണ്ട് അളിയൻ എൻ്റെ അടുത്തേക്ക് വന്ന് മിക്സ് ചെയ്തു. ഒരു ഗ്ലാസ് എനിക്കും തന്നു. ഞങ്ങൾ പതിയെ സിപ്പ് ചെയ്യുന്നതിനിടയിൽ അളിയൻ ചോദിച്ചു, എന്താടാ ഹരി ഒരു മൗനം? പെണ്ണിന് ഇഷ്ടമായില്ലെങ്കിൽ അത് വിട്ടുകളാ, വേറെ നോക്കാടാ. പിന്നെ ഇതൊക്കെ പുതുമോടി മാത്രാടാ, പിന്നെ എല്ലാം കണക്കാ, നോക്കാൻ കൂടി തോന്നില്ല. അളിയൻ അതും പറഞ്ഞ് ചിരിച്ചു. അത് കേട്ടുകൊണ്ടാണ്
ഞങ്ങൾക്കുള്ള ടച്ചിങ്സുമായി ചേച്ചി കയറി വരുന്നത്. നിങ്ങളുടെ കൂട്ടാണോ എല്ലാ ആണുങ്ങളും? അവൻ്റെ മനസ്സ് മാറ്റണ്ട കേട്ടോ. ചേച്ചി മുഖം വീർപ്പിച്ച് തിരികെ പോയി. അളിയൻ പറഞ്ഞു, ഡാ ഹരി, പണ്ടുള്ളവർ പറയും പെണ്ണുങ്ങളെയും കൊണ്ട് പെണ്ണ് കാണാൻ പോകരുതെന്ന്. അവരെക്കാട്ടിൽ പെണ്ണ് സുന്ദരിയാണെങ്കിൽ അവരത് തടയും, മോശമാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് നടത്താൻ ശ്രമിക്കും. എൻ്റെ ലക്ഷ്മിച്ച് പക്ഷേ അങ്ങനെ ഒരാളല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ കെട്ടിയ പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ ആൾക്കൊരു കുറവും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഞങ്ങളുടെ കുട്ടിക്കാലം ഓർക്കായിരുന്നു. അമ്മ അച്ഛൻ്റെ കൂടെ ജോലിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറുന്നതനുസരിച്ച് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും താമസിച്ചിരുന്നു. അച്ഛൻ്റെ ഇടക്കിടക്കുള്ള സ്ഥലമാറ്റം കാരണം ഞങ്ങളുടെ പഠിത്തം കുളമാകണ്ടെന്ന് കരുതിയാണ് ഞങ്ങളെ തറവാട്ടിൽ നിർത്തിയത്. 2 കൊല്ലം കൂടുമ്പോൾ അവരവധിക്ക് വരും. പട്ടാള ചിട്ടയുള്ള അച്ഛനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അമ്മയും അച്ഛനും നാട്ടിലെത്തിയാലും ഞങ്ങൾ 2 മക്കളും ഒരു മുറിയിൽ ഒരു കട്ടിലായിരുന്നു കിടക്കുന്നത്. അച്ഛനമ്മയും മറ്റൊരു റൂമിലും, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവരുടെ ചായ്പിലും. അച്ഛനെ പേടിയല്ലാതെ അമ്മയും അച്ഛനും എത്തിയ സന്തോഷമൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ല. ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ ചേച്ചി പറയുമായിരുന്നു, ഇവരൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഞാൻ സാധാരണ കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. പക്ഷെ ചേച്ചി അങ്ങനെയല്ല, ഉറങ്ങില്ല. അങ്ങനെ പെട്ടെന്നൊരു ഉറക്കമില്ല. ഭയങ്കര വായാടിയായിരുന്നു ചേച്ചി. മതി കഴിച്ചത്, വന്നൂണ് കഴിക്ക്. ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ചെന്ന് ഊണ് കഴിച്ചു. ചേച്ചിയും ഇരുന്നു. ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച പാത്രം ചേച്ചി സിങ്കിൽ കൊണ്ടിട്ട് വന്നു. എനിക്ക് കിടക്കാനുള്ള കട്ടിൽ റെഡിയാക്കി തന്നു. ഞാൻ എൻ്റെ മുറിയിൽ കിടന്നു. ചേച്ചി വാതിൽക്ക വന്ന് നോക്കി വാതിൽ ചാരിയിട്ട് പോയി. ഞാൻ വീണ്ടും എൻ്റെ ചിന്തയിൽ ആണ്ടുപോയി. ചേച്ചി കോളേജിൽ പഠിക്കുമ്പോഴും എൻ്റെ കൂടെയായിരുന്നു കിടത്തം. ഒരു ദിവസം രാത്രി ഞാൻ കണ്ടായിരുന്നു ചേച്ചി കുറച്ച് കുസൃതി പണികൾ ഒപ്പിക്കുന്നത്. ഞാനത് കണ്ടതും ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചേച്ചി ഒരു നാണത്തോടെ കൈ പിൻവലിച്ചു. പക്ഷെ ഞാൻ വീണ്ടും ഉറക്കം അഭിനയിച്ചു കിടന്നു. എന്നാൽ പിന്നെ ഉണ്ടായ കാഴ്ച അതെനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. പിന്നീട് പല ദിവസങ്ങളിലും എനിക്കിത് അനുഭവപ്പെടാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയതും ചേച്ചി ആഗ്രഹിച്ചിരുന്നു. ഞാൻ അറിയാതെ എന്നിലൂടെ അവരവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ഒന്നറിയാത്ത വിധം അഭിനയിച്ചു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയും മുത്തച്ഛനും അമ്മൂമ്മയും എല്ലാവരും പോയി. ഞാൻ മാത്രം ഒറ്റയ്ക്കായി. പിന്നെ റിയാദിൽ പോയി അവിടെ നല്ലൊരു ജോലിയും കിട്ടി. പക്ഷേ എൻ്റെ ഓർമ്മ മൊത്തം എവിടെയാണ്? ഇത് എൻ്റെ 2ാമത്തെ വരവാണ്. അതിനുശേഷം ചേച്ചിയിൽ നിന്നും ഒരനുഭവവും കിട്ടിയിട്ടില്ല. എനിക്കതെല്ലാം ഓർമ്മയുള്ളപ്പോൾ ചേച്ചി അത് ഓർക്കാതിരിക്കില്ലല്ലോ. പക്ഷേ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നെ പഴയതുപോലെ കരുതുന്ന എൻ്റെ ചേച്ചി തന്നെ. എങ്കിലും പെണ്ണിൻ്റെ മനസ്സ് ഭയങ്കരം തന്നെ. ഉറങ്ങിയത് എപ്പോഴാണെന്നറിയില്ല. നേരം വെളുത്തു. ബാത്റൂമിൽ കയറി. അപ്പുറത്ത് മുറിയിൽ നിന്നും ചേച്ചിയുടെ ഒച്ച കേട്ടു. രാജേട്ടാ, ഇങ്ങനെ കിടന്നുറങ്ങാനാണെങ്കിൽ അപ്പുറത്തെ സോഫയിൽ പോയി കിടന്നൂടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചിട്ട് എൻ്റെ കൂടെ വരരുതെന്ന്. കുടിക്കാനിട്ട് ഒന്നും പറ്റുന്നില്ലല്ലേ? പിന്നെ ഇതും കൂടി കുടിച്ചാൽ പറയാൻ വേണ്ട. ഡോക്ടർ പറഞ്ഞ സമയത്ത് ശ്രമിക്കാൻ ആൾക്ക് ബോധം വേണ്ടേ? എൻ്റെ ഒരു തലവിധി. ഞാൻ ബാത്റൂമിൽ നിന്നും വേഗം പുറത്തിറങ്ങി വീണ്ടും പോയി കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും ഒരു കാനനക്കം കേട്ട് നോക്കിയപ്പോൾ ചേച്ചി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി നിൽക്കുന്നു. വേഗം എഴുന്നേറ്റ് കട്ടിലിരുന്ന് ഷീറ്റ് വലിച്ചിട്ടു. ചേച്ചി എനിക്ക് കാപ്പി തന്നിട്ട് എന്നെ ഒന്ന് പാളി നോക്കുന്ന പോലെ നോക്കുന്നത് ഞാൻ കണ്ടു. ഡാ, നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? ചേച്ചി ചോദിച്ചു. എന്തായാലും മതി, ചേച്ചി ഉണ്ടാക്കുന്നതല്ലേ, പ്രത്യേകിച്ചൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. എടാ, ചേട്ടനെന്ന് പോവുക, ഒരാഴ്ചത്തെ ബിസിനസ് ടൂർ. നീ ഇവിടെ ഉള്ളതുകൊണ്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ ചേട്ടൻ 2ഉം 3ഉം ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ പോയാൽ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് വലിയ ബോറടിയാ ഹരി. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അടുത്തേക്ക് പോയാലോ എന്നുവരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് കേട്ട് ഞാൻ എന്നെ ചിരിച്ചു. എനിക്ക് മനസ്സിലാവും, കാരണം അവിടെ ഞാനും ഈ ഏകാന്തത അനുഭവിക്കുന്നവനാണല്ലോ. കമ്പനി അക്കോമഡേഷനിൽ ഞാനും ഒറ്റയ്ക്കാണ്. വെള്ളിയാഴ്ചകളിൽ കൂടെ പണി ചെയ്യുന്നവരെത്തും രഹസ്യമായി ഓരോന്ന് കഴിക്കാൻ. സ്ഥലം സൗദി ആയതിനാൽ പിടിച്ചാൽ തീർന്നു. ശനിയാഴ്ചകളിൽ അവരെല്ലാം വൃത്തിയാക്കാൻ സഹായിച്ച് ഒഴിഞ്ഞ കുപ്പികളും എടുത്ത് സ്ഥലം വിടും.
അതെല്ലാം അവരെവിടെ വിളിപ്പിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അളിയൻ റെഡിയായി വന്ന് എന്നെ വിളിച്ചു. ഹരി, എനിക്കൊരു ഫോറിൻ കമ്പനിയുമായി ഒരു ഡിസ്കഷനുണ്ട്. കോയമ്പത്തൂരിലാണ്. 5 ദിവസം കഴിഞ്ഞേ എത്താൻ പറ്റൂ. മിക്കവാറും ശനിയാഴ്ചയാകും. പിന്നെ നീയുണ്ടല്ലോ ഇവിടെ. ഇവൾക്കാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ കൂടെ വരികയുമില്ല. അവിടെ വന്നാൽ ബോറടിക്കുമെന്ന്. എന്നാൽ പിന്നെ ഇന്ന് ഇവളെയും കൊണ്ട് ഒന്ന് ക്ലിനിക്കിൽ പോകണം. ഓ, ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. അവൻ എവിടെയെങ്കിലും പോകാനുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അങ്ങനെയാണല്ലോ പതിവ്, ചേച്ചി കലിപ്പിൽ പറഞ്ഞു. എനിക്ക് വേറെ പ്ലാനൊന്നുമില്ല. ഞാൻ കൂടെ പൊക്കോളാം അളിയ, ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ കമ്പനിക്കാരെത്തി അളിയൻ പോയി. ചേച്ചി വന്ന് പൊട്ടുണ്ടാക്കി. പഴവും ഉണ്ടായിരുന്നു. ഞാൻ പല്ല് തേച്ച് വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ക്ലിനിക്കിൽ പോകാനായിട്ട് ഒരുങ്ങി. നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നീ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ചേച്ചി പറഞ്ഞു. ഏയ് ഇല്ല ചേച്ചി, ഞാനും വരാം. പറ്റിയ നേഴ്സുമാരെല്ലാം ഉണ്ടോയെന്ന് നോക്കാമല്ലോ, ഞാൻ കളിയാക്കി പറഞ്ഞു. ആ, എന്നാ വായി നോക്കി അനിയൻ വാ, നമുക്ക് പോകാം, ചേച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. നല്ല നീളമുള്ള കണ്ണുകളും വെളുത്ത നിറവും കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. എന്നും എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചയാണത്. എൻ്റെ ഹൃദയം തുടിക്കുന്നതും ആ കാഴ്ചയിലാണ്. ഞാൻ ആരോടും പറയാത്ത എൻ്റെ രഹസ്യം. ക്ലിനിക്കിലെത്തി ചേച്ചി ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. ഞങ്ങൾ ഒരിടത്തിരുന്നു. ആരെങ്കിലും നോക്കണമെങ്കിൽ നോക്കിയിട്ട് പറയണം. ഞാൻ അന്വേഷിച്ച് കല്യാണം കഴിച്ചതാണെന്ന് ചോദിക്കാം, ചേച്ചി കളിയാക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു. ഇത്രയും ഗ്ലാമറുള്ള പെണ്ണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും നോക്കണ്ടേ? എൻ്റെ ഭാര്യയാണെന്ന് കരുതും. ഞാൻ കുറച്ച് മാറിയിരിക്കാം, ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ശരിയാ, അത് കുഴപ്പമാണ്. ഡോക്ടറെ കണ്ട് ഭാര്യയുടെ വിവരം പറയാമെന്ന ഭർത്താവാണെന്നായിരിക്കും അവർ വിചാരിക്കുക. പക്ഷേ അത് സാരമില്ല, എനിക്ക് പറയാലോ ഇതെൻ്റെ അനിയനാണെന്ന്. ചേച്ചി വിട്ടു തന്നില്ല. അപ്പോഴേക്കും ചേച്ചിയുടെ പേര് വിളിച്ചു. വാ, നിന്നെയും പരിചയപ്പെടുത്താം. ചേട്ടന് അറിയാം ഡോക്ടർക്ക്. ചേച്ചി എന്നെയും കൂട്ടി എഴുന്നേറ്റു. വരൂ ലക്ഷ്മി, ആരായത് കൂടെ? ഡോക്ടർ എന്നോട് ചോദിച്ചു. ഇതെൻ്റെ അനിയനാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവൻ ഈ മാസം വരുന്ന കാര്യം? കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. പതിവ് പോലെ ചേട്ടൻ മുങ്ങിയപ്പോൾ കൂട്ടുവരാൻ ഇവനെ ഞാൻ പിടികൂടി, ചേച്ചി പറഞ്ഞു. ഡോക്ടറും ചേച്ചിയും തമ്മിലുള്ള അടുപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അനിയൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല, ഇവനൊരു പെണ്ണിനെയും ഇഷ്ടമാകുന്നില്ല. അയ്യോ അതല്ല ഡോക്ടറെ, എനിക്ക് 24 ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം, ഞാൻ പറഞ്ഞു. അവനിത്ര ചെറുപ്പല്ലേ, തൽക്കാലം അങ്ങനെ നടക്കട്ടെ, ഡോക്ടർ പറഞ്ഞു. പിന്നെ രാജൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, എപ്പോഴും ശ്രദ്ധ വേണം. ഉണ്ട്, പക്ഷേ ചേച്ചിയുടെ മുഖം അല്പം വാടി. ശ്രമിച്ചു നോക്ക്, ഞാനുണ്ടല്ലോ ഇവിടെ, ഡോക്ടർ പറഞ്ഞു. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. ശരി ഡോക്ടർ, ചേച്ചി തലയാട്ടി. ഞാൻ ചില മരുന്നുകൾ മാറ്റുന്നുണ്ട് രണ്ടുപേർക്കും. ഈ സൈക്കിളിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് നോക്കാം. എന്തായാലും പേടിക്കണ്ട, ഡോക്ടർ പറഞ്ഞു. ശരി ഡോക്ടർ, താങ്ക്സ്, ചേച്ചി എഴുന്നേറ്റു. മരുന്നുകൾ വാങ്ങി തിരികെ പോരുമ്പോൾ ചേച്ചിയുടെ മുഖം ആകെ വാടിയിരുന്നു. ഞാൻ ചോദിച്ചിട്ടും ചേച്ചി ഒന്നും വിട്ടു പറഞ്ഞില്ല. രാജേട്ടൻ മരുന്ന് കഴിക്കുന്നില്ല, അതാണ് കുട്ടി ഉണ്ടാവാത്തത്. നീ അത് വിട് എന്ന് മാത്രം ചേച്ചി പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. വീട്ടിലെത്തി ഞങ്ങൾ സാധാരണ കാര്യങ്ങളിൽ മുഴുകി. ഞാനൊന്ന് പുറത്തുപോയി ഉച്ചയ്ക്ക് തിരിച്ചെത്തി. ചേച്ചി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനിരുന്നു. ഇടയ്ക്ക് ചേച്ചി എന്നെയും ഞാൻ ചേച്ചിയും അറിയാത്ത പോലെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു വേദന. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പം ഇത്തിരി കൂടിയെന്ന് തോന്നുന്നു. അറിയാതെ ഞാൻ നടുവിന് കൈ കൊടുത്തുപോയി. അത് കണ്ട് ചേച്ചി ചോദിച്ചു, എന്താടാ, എന്തു പറ്റി നിനക്ക്? നീ എന്താ നടുവിന് കൈ കൊടുത്തെഴുന്നേക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഒന്നിടറിയ പോലെ. ഇന്നലെ തുടങ്ങിയതാ. അയ്യോ, എന്ന് നിനക്ക് പറയാൻ മേലായിരുന്നോ? മരുന്നിരിപ്പുണ്ടായിരുന്നു, തൈലവും ഉണ്ടടാ. നീ ഒരു കാര്യം ചെയ്, കുളിക്കുന്നതിന് മുമ്പേ ഈ തൈലം പുരട്ടിയിത്തിരി നോക്ക്. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, പെട്ടെന്ന് മാറിക്കോളും, ചേച്ചി പറഞ്ഞു. ചേച്ചി ഒരു കുപ്പി തൈലം കൊണ്ടുവന്ന് തന്നു. ഒരു പുൽത്തൈലത്തിൻ്റെ മണം. ഡാ, റൂമിൽ ചെന്ന് പുരട്ടിക്കോ,
എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് കുളിച്ചോളൂ. ഞാൻ റൂമിൽ ചെന്ന് തൈലം പുരട്ടാൻ ഒരു ശ്രമം നടത്തി. അത് കണ്ടുകൊണ്ട് ചേച്ചി റൂമിലേക്ക് വന്നു. എന്നോട് പറഞ്ഞാൽ പോരെ ഹരി, ഞാൻ തേച്ച് തരില്ലേ? കിടക്ക്. ചേച്ചി അത് പറഞ്ഞതും ഞാൻ കിടന്നു. അപ്പോൾ ഇവിടെ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ആ ലിങ്കിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.